ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയട്ടെ, അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി 1/2 കിലോ ബീഫ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക 4 to 5 വിസിൽ വരെ. ഇനി നമുക്ക് വേണ്ടുന്നത് മസാലയാണ്. അതിന് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഏലക്ക, ഉലുവ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്ത്, തേങ്ങ മസ്റ്റാണ് കേട്ടോ, ഇതാണ് എൻ്റെ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ്. അതിലേക്ക് എരിവിന് വേണ്ടുന്ന പച്ചമുളക്, സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല വേണമല്ലോ നമുക്ക്. അതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും ചേർത്ത് അവിടെ ഇളക്കി മാറ്റി വെക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിനെയും കൂടെ ചേർത്ത് തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 തക്കാളിയാണ്. ആദ്യം പുളിയൊന്നും നമുക്ക് ഈ കറിക്ക് വേണ്ട. ഇനി നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തത് അടിപൊളിയാണ് കേട്ടോ.